ആസിഫ് അലി നായകനായി മമ്മൂക്കയും കൂടെ ഭാഗമായ രേഖാചിത്രം എന്ന മൂവിയുടെ 11 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തിങ്കളാഴ്ച 12ാം ദിവസത്തിൽ എത്തപ്പെട്ട രേഖാചിത്രം മൂവിക്ക് ഇന്നലെ ഞായറാഴ്ച 11ാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും വലിയൊരു കളക്ഷൻ തന്നെയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. 2 കോടിക്കടുത്താണ് സിനിമയുടെ രണ്ടാം ഞായറാഴ്ചത്തെ കളക്ഷൻ. 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന് കേരളത്തിൽ നിന്നും 21 കോടിയോളം രൂപയാണ് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത്. 11 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 48 കോടിക്കും 49 കോടിക്കും ഇടയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. 12ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ കൂടെ ചേരുന്ന സമയത്ത് മാത്രമേ ചിത്രം 50 CRൽ ഇടം പിടിക്കൂ. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ രേഖാചിത്രം അങ്ങനെ ഇന്നത്തോടു കൂടെ 50 CR ക്ലബിലേക്ക് ഇടം പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി തിയേറ്ററിൽ എത്തുന്ന സിനിമകൾക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുന്നത് വരെ രേഖാചിത്രം മൂവി തന്നെയാണ് കേരള ബോക്സ് ഓഫീസ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വർക്കിന്റെ കാര്യങ്ങളെല്ലാം നാം രേഖാചിത്രത്തിൻ്റെത് കണ്ടതാണ്. നല്ലൊരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചയും നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നോട്ട് പോകാൻ സിനിമയ്ക്ക് സാധിച്ചാൽ 50 കോടിയും കടന്ന് ഇനിയും അനേകം ദൂരത്തേക്ക് കളക്ഷൻ്റെ കാര്യത്തിൽ സഞ്ചരിക്കാൻ സിനിമയ്ക്ക് സാധിക്കും.